CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. വെള്ളിത്തിരുത്തി കുന്നത്തങ്ങാടി വീട്ടിൽ അനിലിന്റെ മകൾ 8 വയസ്സുകാരി പാർവണിയെയാണ് പിൻഭാഗത്തുനിന്ന് പാഞ്ഞെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദൃശ്യ ഗുരുവായൂരിന്റെ ഭാവഗീതി പുരസ്കാരം ഗായകൻ പി ജയചന്ദ്രനെ സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിൽ നിന്ന് ജയചന്ദ്രന്റെ മകൻ ദിനനാഥ് ഏറ്റുവാങ്ങി. കെട്ടിട നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടി താഴെ വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു. കപ്പൂർ കോഴിക്കര സ്വദേശി പുത്തൻവീട്ടിൽ രാജന്റെ മകൻ 24 വയസ്സുള്ള ജിഷിൽ രാജാണ് മരിച്ചത്. 36,008 നാളികേരം എറിഞ്ഞുടച്ചുകൊണ്ട് ചരിത്രം രചിച്ച് കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വേട്ടക്കരൻ പാട്ടും കോമരം ചന്ദ്രൻ നായരും ഒരേ ഇരുപ്പിലാണ് 36,008 നാളികേരം എറിഞ്ഞുടച്ച് ടൈം വേൾഡ് റെക്കോർഡ് നേടിയത്. കൊണ്ടഞ്ഞൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയുടെയും ശ്രീകോവിലിനടുത്തുള്ള ഭണ്ഡാരത്തിന്റെയും പൂട്ടുകൾ തല്ലിത്തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ ആൾതാമസമില്ലാത്ത ഷീറ്റ് മേഞ്ഞ വീടിന് തീപിടിച്ചു. കുറുക്കൻപാറ വീട്ടിൽ ഷൈജുവിന്റെ വീടിനാണ് തീപിടിച്ചത്. കുന്നംകുളം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കുന്നംകുളം സ്വദേശി 49 വയസ്സുള്ള രമേശനാണ് പരിക്കേറ്റത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് പരുവക്കുന്ന് ഫെസ്റ്റിന്റെ സുഗമമായ നടത്തിപ്പിനായി കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ആഘോഷ കമ്മിറ്റികളുടെ യോഗം ചേർന്നു. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ സെബസ്ത്യാനോസിന്റെയും ഫ്രാൻസിസ് സേവ്യറിന്റെയും അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. നെല്ലുവായ് ശ്രീധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചു നടക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ആരംഭിച്ച നൃത്തോത്സവം കലാമണ്ഡലം മോഹിനിയാട്ടം വകുപ്പ് മേധാവി സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് മേരിമാതാ ദേവാലയത്തിലെ മേരിമാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി. ജനുവരി 12, 13 തീയതികളിലായാണ് തിരുനാൾ ആഘോഷം. ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം വിജയികൾക്ക് അനുമോദനവും സമ്മാനദാനവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കൃഷിയിടത്തിലേക്ക് കാട്ടുപന്നിയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യമായി സമൂഹ ഏകദിന രുദ്രയജ്ഞം നടത്തി. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപത്തെ വൺവേ റോഡിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കേരളോത്സവം തൃശൂർ ജില്ലാ ട്രിപ്പിൾ ജമ്പിൽ 2ാം സ്ഥാനം നേടിയ അകലാട് V1 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗം മുഹമ്മദ് ഷബീറിനെ അനുമോദിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ജനറൽ ആടുവളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. കേരള കർഷക സംഘം കേച്ചേരി മേഖലാ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണത്തിലിരിക്കെ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം പൊളിച്ചു നീക്കുന്നു. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. ചാവക്കാട് മണത്തല സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 13ാമത് മൗലീദുന്നൂർ വാർഷികവും ദുആ മജ്ലിസും നടത്തി. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 100ാം സംയുക്ത തിരുനാളിനെ കൊടിയേറി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. കുന്നംകുളം സീഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും ചവറ തിരുനാളാഘോഷവും നടന്നു. കാണിപ്പയ്യൂർ മാന്തോപ്പ് ശ്രീ ഇടവന ഭഗവതി ക്ഷേത്രത്തിൽ കളമ്പാട്ടുത്സവത്തിന് തുടക്കമായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.